നമസ്കാരം. കേരളത്തെ നടുക്കിയ കൊലക്കേസുകളിൽ ഓർക്കപ്പെടുന്ന ഒന്നാണ് അമേരിക്കൻ മലയാളിയായിരുന്ന ചെറിയനാട് ഭാസ്കര കാർണവരെ വധിച്ച കേസ്. പ്രണയവും പകയും കൊലയും കൂട്ടിക്കലർന്ന് സിനിമാ കഥ പോലെ സംഭവബഹുലം. 2009 നവംബർ 7-നാണ് ചെറിയനാട് തുരുത്തിന്മേൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാർണവർ കൊല്ലപ്പെടുന്നത്. ഇളയ മകൻ ബിനു പീറ്ററിന്റെ ഭാര്യ ഷെറിനായിരുന്നു ഒന്നാം പ്രതി. അന്നത്തെ സാമൂഹിക മാധ്യമമായ ഓർക്കുഡ് വഴി പരിചയപ്പെട്ട കോട്ടയം കുറിച്ചി സ്വദേശി ബാസിത്ത് അലി, സുഹൃത്തുക്കളായ എറണാകുളം ഏലൂർ സ്വദേശി ഷാനൂർ റഷീദ്, കളമശ്ശേരി സ്വദേശി നിതിൻ എന്നിവരാണ് മറ്റു പ്രതികൾ. ഷെറിന് ശിക്ഷാ ഇളവ് ശുപാർശയുണ്ടെങ്കിലും ഇവർ ജയിലിൽ തന്നെ തുടരും. ഷെറിന്റെ സഹായത്തോടെ കാമുകൻ ബാസിത്ത് അലിയും സുഹൃത്തുക്കളും ചേർന്ന് ഭാസ്കര കാർണവരെ കൊല്ലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. ശാരീരിക വെല്ലുവിളിയുള്ള ആളാണ് ബിനു പീറ്റർ. ഷെറിൻ നിർധന കുടുംബാംഗവും. ബിനുവിന്റെ ഭാവി സുരക്ഷിതമാക്കാമെന്നും ഷെറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാമെന്നും കരുതിയാണ് കാർണവർ 2001 ഇവരുടെ വിവാഹം നടത്തുന്നത്. എന്നാൽ വൈകാതെ ഷെറിന്റെ പ്രണയവും സാമ്പത്തിക ഇടപാടുകളും കാർണവർ അറിയുന്നു. അതോടെ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ പ്രതികൾ തീരുമാനിക്കുകയുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് കേസിൽ പറയുന്നത്. രാത്രി വീട്ടിലെത്തിയ പ്രതികൾക്ക് വാതിൽ തുറന്നുകൊടുത്തതും പട്ടികളെ മയക്കാൻ മരുന്ന് നൽകിയതും ഷെറിനാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കൂടിയ അളവിൽ ക്ലോറോഫോം മണപ്പിച്ച ശേഷം തലയെണ്ണ മുഖത്ത് അമർത്തിപ്പിടിച്ച് കാർണവരെ കൊല്ലുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. സംഭവ ദിവസം കാർണവരും ബിനുവും ഷെറിനും കുഞ്ഞും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് അറിയാൻ കിട്ടിയ വിവരം. പിറ്റേന്ന് രാവിലെ 6 മണിയോടെ ചായയുമായി വന്ന വേലക്കാരി വിളിച്ചിട്ട് കാർണവർ എഴുന്നേൽക്കാഞ്ഞതോടെ അടുത്ത മുറിയിലുണ്ടായിരുന്ന ഷെറിനെ അറിയിക്കുകയായിരുന്നു. മുളകുപൊടി വിതറിയും മറ്റും മോഷണ ശ്രമം എന്ന് വരുത്താനും ശ്രമമുണ്ടായി. വിവരമറിഞ്ഞ് ബന്ധുക്കളും പോലീസും എത്തിയപ്പോൾ ഒന്നും അറിയാത്തതുപോലെ എല്ലാം വിവരിച്ചത് ഷെറിനായിരുന്നു. സംഭവം നടന്ന 3-ാം ദിവസം ഷെറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ഗോവയിൽ നിന്ന് മറ്റു പ്രതികളെയും പിടിച്ചു. സാഹചര്യ തെളിവുകളും ടെലിഫോൺ രേഖകളുമാണ് പോലീസിന് സഹായകരമായത്. 88-ാം ദിവസം പോലീസ് കുറ്റപത്രം നൽകി. 96 സാക്ഷികളും 12 രേഖകളും ഉണ്ടായിരുന്ന കേസിൽ 7 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി. 2010 പ്രത്യേക അതിവേഗ കോടതി ശിക്ഷ വിധിച്ചു. ഷെറിന് 3 ജീവപര്യന്തവും മറ്റു പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവുമായിരുന്നു ശിക്ഷ. ഈ ഉത്തരവ് ഹൈക്കോടതിയിലും ശരിവെച്ചു. ഷെറിൻ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും അനുകൂല വിധി ഉണ്ടായിരുന്നില്ല. ജീവപര്യന്തം ശിക്ഷ നൽകിക്കൊണ്ടുള്ള വിധിയിൽ ജീവിതാവസാനം വരെ എന്ന് പ്രത്യേകം പറയാത്തതിനാൽ ശിക്ഷ ഇളവ് അനുവദിക്കാമെന്നുമാണ് നിയമവകുപ്പ് അറിയിച്ചത്. ശിക്ഷ ഇളവ് അനുവദിക്കുന്നതിന് ഒരു മന്ത്രിയുടെ കൂടി ഇടപെടൽ ഉണ്ടായതായി ആരോപണങ്ങളുണ്ട്. അതിനാലാണ് ഈ ഫയൽ മാത്രമായി മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വെക്കുന്നത്. കേസ് നാൾവഴിയിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. 2009 നവംബർ 8-ന് ചെങ്ങന്നൂർ തുരുത്തിന്മേൽ 65-കാരനായ ഭാസ്കര കാർണവരെ കാർണവേഴ്സ് വില്ലയിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ചെങ്ങന്നൂർ CI P ജ്യോതികുമാരനായിരുന്നു അന്വേഷണ ചുമതല. ഭാസ്കര കാർണവരുടെ ഇളയ മകൻ ബിനുവിന്റെ ഭാര്യയായ 26 വയസ്സുകാരി ഷെറിന് കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തു. ഷെറിന്റെ കാമുകനും കോട്ടയം സ്വദേശിയുമായ ബാസിത്ത് അലി എന്ന ബിബീഷ്, കൊച്ചി കളമശ്ശേരി സ്വദേശി നിതിൻ, എല്ലൂർ സ്വദേശി ഷാനൂർ റഷീദ് എന്നിവർ ചേർന്ന് കൊലപ്പെടുത്തിയതായി പോലീസ് കണ്ടെത്തുകയും ചെയ്തു. നവംബർ 11-ന് പ്രതി ഷെറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. 14-ന് ബാസിത്ത് അലി, നിതിൻ, ഷാനൂർ റഷീദ് എന്നിവരെ ഗോവയിൽ നിന്നും പിടികൂടി. 2010 ഫെബ്രുവരി 8-ന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഏപ്രിൽ 7-ന് സാക്ഷി വിസ്താരം തുടങ്ങി. മെയ് 24-ന് വിസ്താരം പൂർത്തിയായി. ജൂൺ 2-ന് വാദം പൂർത്തിയാക്കി. 96 സാക്ഷികളും 12 രേഖകളും ഉണ്ടായിരുന്ന കേസിൽ 7 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി. 4 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. 2010 ജൂൺ 11-ന് മാവേലിക്കര അതിവേഗ കോടതി ശിക്ഷ വിധിച്ചു. ഒന്നാം പ്രതി ഷെറിന് 3 ജീവപര്യന്തവും 85,000 രൂപ പിഴയും, 2 മുതൽ 4 വരെയുള്ള പ്രതികൾക്ക് 2 ജീവപര്യന്തവും 85,000 രൂപ പിഴയുമായിരുന്നു ശിക്ഷ. ഷെറിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചു. പിന്നീട് നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്ക് മാറ്റി. ഇവിടെ അനധികൃതമായി ഫോൺ ഉപയോഗം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. 2015 മാർച്ചിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നു. ഇവിടെയും ആരോപണങ്ങൾ ഉയർന്നതോടെ 2017 മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി. അധികം വൈകാതെ തന്നെ ശിക്ഷ ഇളവ് നൽകേണ്ട തടവുകാരുടെ പട്ടികയിൽ ഷെറിനും ഇടം പിടിച്ചു. ശിക്ഷാ കാലയളവിൽ ഏറ്റവും അധികം തവണ പരോൾ നേടിയ വനിതയുമായി ഷെറിൻ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ
നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.